ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട് റോഷ്നയുടെ, ഞങ്ങൾ ജൂബിലിയിൽ പഠിച്ചിരുന്ന ഫ്രണ്ടാണ് റോഷ്ന. അവളുടെ കുട്ടിയുടെ പേരിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ജൂബിലിയിലത്തെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. കുറേ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തലേദിവസമായപ്പോൾ എല്ലാവരും നേരെ തിരിഞ്ഞു തുടങ്ങി. കാരണം ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എത്താൻ പറ്റില്ല എന്നുള്ള ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഫംഗ്ഷനിൽ എത്തിയാൽ തന്നെയാണ് ആരൊക്കെയാണ് വരണേന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട്. അപ്പോൾ റോഷനായിട്ട് വീട്ടിലാണ് പേരുള്ള ഫംഗ്ഷനാണ് നടക്കുന്നത്. പിന്നെ ചെറിയ ഗെറ്റ് ടുഗദർ കൂടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ വീട്ടിലേക്കും കൂടി വിളിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ള് എന്താ പറയുക, റോഷനയുടെ കുട്ടിയുടെ പേരുള്ള ഫംഗ്ഷനിൽ കുറച്ചൊരു ഇതും, പിന്നെ ഞങ്ങളുടെ ബദ്മാഷ് കമ്പനി എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബദ്മാഷായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിൽ കാണാം. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട്. കാരണം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരാണ് പൊതുവേ കൂടാറ്. പിന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നതുകൊണ്ട് മാത്രം ഇവിടെ റോഷനയുടെ വീട്ടിൽ കൂടാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കയറി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിരിയാമെന്നാണ് വിചാരിച്ചേക്കണേ. സോ അങ്ങനെ പറപ്പൂരാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് മീറ്റ് ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ റോഷനയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കടന്നു. അപ്പോൾ അവളുടെ ചേച്ചിയും മമ്മിയൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ്. അപ്പോൾ ചേച്ചി ഞാൻ വരണ കണ്ടപ്പോൾ തന്നെ യൂട്യൂബറാണ് വരണ. യൂട്യൂബിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ പോലെയാണ്. നിങ്ങളുടെ ചേച്ചി നാണം കെടുത്തല്ലേ പ്ലീസ്. അങ്ങനെ കുറേ പേരെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, യൂട്യൂബ് ചാനൽ ഇങ്ങനെ ബിഗ് ആയിട്ട് വരികയാണ് ഓരോ ദിവസവും. അപ്പോൾ ഒരുപാട് പേർക്ക് താങ്ക്സ് ഉണ്ട്. കൂടുതൽ ഈ ഷോർട്ട് വീഡിയോസിലാണ് നമുക്ക് കൂടുതലൊരു ഹൈപ്പ് കിട്ടിയത്. സോ എല്ലാവർക്കും താങ്ക് യു. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, റോഷനയുടെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ സംസാരിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്, സദ്യ കഴിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. എൻ്റെ റോഷനായ അമ്മ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഫുഡ് കഴിക്കും മക്കളെ, ഫുഡ് കഴിച്ചിരുന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് ഫുഡ് കഴിച്ചു. അപ്പോഴും സംസാരം തന്നെ കഴിഞ്ഞ് വന്നിട്ടും സംസാരം. ഞങ്ങളുടെ വിശേഷങ്ങളൊന്നും തീരണില്ല കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഒരു ദിവസം പോരാ സംസാരിച്ച് തീരാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിട്ടും ഭയങ്കര സംസാരം തന്നെയാണ്. കാരണം കുറേ നാളത്തേക്ക് ശേഷം കാണുന്ന കാരണമുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ സമയത്താണ് സാറ സ്കൂൾ വിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചായയും നൂലപ്പവും വെള്ളയപ്പമൊക്കെ കഴിച്ച് ഓൾറെഡി വയറ് ഫുള്ളായിരുന്നു. അതുകൂടെ ഒന്നുകൂടി ഫുൾഫില്ലായിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്. പിന്നെ നമ്മൾ റീൽസൊക്കെ ഇട്ടു. വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് റീൽസും ഒക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. വീട്ടിലെ പരിപാടി കഴിഞ്ഞ് എൻ്റെ വീട്ടിലും നല്ല അടിപൊളി ചായ ഇതൊക്കെ കൊടുത്തത് ഇവർ പറഞ്ഞയക്കാൻ പോവാണ് കേട്ടോ. ജെൻഫി, ഹൻസ, ജിജി, ഇനിയും ആൾക്കാരുണ്ട് ബാക്കി. അവരെ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണു. അപ്പോൾ ബൈ.